بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم وإياي بتقوى الله. മാനികളെ, നമ്മുടെ ചരിത്രത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസം നേരിടുന്നൊരു സമയമാണ്. കാരണം ശത്രുക്കൾ ബലഹീനരായ പലരെയും മുസ്ലിം പക്ഷത്തുള്ള ശക്തമായ ആക്രമണങ്ങൾ അയച്ചുവിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൂചന അനുസരിച്ച് ഹബശയിലേക്ക് ഹിജ്റ പോയ സംഭവങ്ങളൊക്കെ പറഞ്ഞു. നജാഷി അവർക്ക് വലിയ ബഹുമാനം കൊടുത്തു, അവർ സ്വീകരിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ശത്രുക്കൾക്ക് അവരുടെ കലി വർദ്ധിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ സ്വഹാബിനും അനുയായികൾക്കൊക്കെ അനുചരന്മാർക്കൊക്കെ ഇസ്സത്ത് ലഭിക്കുകയാണ്, അന്തസ്സ് കൂടുകയാണ്. കാരണം ഹബശയിൽ അവർക്ക് നല്ല സ്വീകരണം കിട്ടി. അതിൻ്റെ പുറമെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമാണെങ്കിൽ എല്ലാ ഗോത്രങ്ങളിലും കബായിലും ഒക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മൊത്തം ഫ്ലാഷാകുകയാണ്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഖുറൈശിനത് സഹിക്കാൻ പറ്റാതെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാനുള്ള തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ ഈ വിഷയം അബൂ താലിബിൻ്റെ അടുത്തെത്തി. ബനു ഹാശിമും ബനു മുത്തലിബൊക്കെ ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കസ്റ്റഡിയിലാക്കി. അങ്ങനെ വധിക്കാൻ വരുന്നവരെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഖുറൈശിന് തീരുമാനം മാറ്റേണ്ടി വന്നു. അവർ പുതിയൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അവരൊരുമിച്ച് കൂടിയിട്ട് അവർ മുഷാവറ ചെയ്തു ഒരു എഴുത്തുണ്ടാക്കാൻ. ബനു ഹാശിമിനെയും ബനു മുത്തലിബിനും നേരെ ഉപരോധം എന്ന നിലക്ക് ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി അവർ എപ്പോഴാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഇവർക്ക് വിട്ടുകൊടുക്കുന്നത്, അതുവരെ അവരുമായി വിവാഹബന്ധങ്ങളോ മറ്റു ഉടമ്പടികളോ അതുപോലെ തന്നെ അവരുമായി കൂടിക്കലരലോ മറ്റുള്ള സുൽഹ് കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു എഴുത്ത് തയ്യാറാക്കി അവർ കഅബൻ്റെ അകത്തു പോയി അതിനെ അവിടെ ബന്ധിച്ചു. അതവിടെ തൂക്കി. ഇത് നുബുവത്ത് കിട്ടി 7ാമത്തെ വർഷം മുഹറം മാസത്തിലാണ് ഈ സംഭവം. അങ്ങനെ ബനു ഹാശിം ബനു മുത്തലിബൊക്കെ ബനു അബ്ദുൽ മുത്തലിബൊക്കെ അബൂ താലിബിൻ്റെ അടുത്തെത്തി. അബൂ താലിബിൻ്റെ കസ്റ്റഡിയിൽ അവിടുത്തെ ഗോത്രത്തിൽ അവരൊക്കെ കടന്നു. പക്ഷെ അവിടെ അബൂലഹബ് ഒഴിവായിരുന്നു. അബൂലഹബ് ഖുറൈശിൻ്റെ കൂടെയാണ്. അബൂലഹബ് ഖുറൈശിൻ്റെ കൂടെ കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ 2 വർഷമോ അതല്ല 3 വർഷമാണ് അഭിപ്രായ വ്യത്യാസമുണ്ട്. 2-3 വർഷം അവരാ സ്ഥിതി തുടരുന്നു. രംഗത്ത് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഈ ഒരു ഉപരോധത്തിൽപ്പെട്ട് കുടുങ്ങി. അങ്ങനെ വലിയ വിഷമം അവർ നേരിട്ടു. ഖുറൈശാണെങ്കിൽ അവരുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ അവിടെ ബന്ദ് ചെയ്തു. ഭക്ഷ്യവസ്തുക്കളൊന്നും അവർക്ക് കിട്ടാത്ത രൂപത്തിലുള്ള തടസ്സങ്ങളുണ്ടാക്കി. അതൊക്കെ വിച്ഛേദിച്ചു.
അങ്ങനെ രഹസ്യമായിട്ട് കിട്ടുന്നതല്ലാത്ത ഒന്നും അവർക്ക് ലഭിക്കാതെയായി. അങ്ങനെ അവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഇനിയിപ്പം ആ സ്വഹീഫത്ത്, അതായത് അവിടെ എഴുതി തൂക്കിയത് എന്താക്കണം, ആ ഏട് അത് മുറിച്ച് കളയണം, കീറിക്കളയണം. അപ്പോൾ അത് ദുർബലപ്പെടുത്തണം, അല്ലെങ്കിൽ അത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാലേ ഇവർക്കിപ്പോൾ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഇവർ ഒളിച്ചു കഴിയേണ്ടി വരും. അങ്ങനെ കുറച്ച് ആൾ രംഗത്ത് വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ലഭിച്ചൊരു വെളിപാട് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത് ആ സ്വഹീഫത്തിനെ ചെതൽ തിന്നുമെന്നാണ്. ചെതൽ തിന്നുകൊണ്ട് അതിലുള്ള ഇങ്ങനെ വിച്ഛേദിക്കപ്പെടുന്നതും ആക്രമിക്കാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും, ഈ അക്രമപരമായ കാര്യങ്ങളും അതുപോലെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന തരത്തിലുള്ള അതിലുള്ള എല്ലാം ചെതൽ തിന്ന് അവസാനം അള്ളാഹുവിൻ്റെ പേര് മാത്രം അതിൽ അവശേഷിക്കും. അതുമാത്രം അവിടെ സൂക്ഷിക്കപ്പെടുകയും ബാക്കിയുള്ളതൊക്കെ ചെതലുകൾ തിന്നു പോവുകയും ചെയ്യും. ഈ ഒരു വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിരുന്നു. ഇത് തൻ്റെ പിതൃവ്യനെ അറിയിച്ചു. പിതൃവ്യൻ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 5 ആളുകൾ അതിനെ അവിടുന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി, ആ ഏടിനെ, ഈ എഴുതി തയ്യാറാക്കിയതിനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആരാണ് 5 ആളുകൾ? ഹിശാം ഇബ്നുൽ ഹാരിസ്, അവരാണ് അവരുടെ തലവൻ. അദ്ദേഹമാണ് അവരുടെ തലവൻ. അദ്ദേഹമാണ് അതിനെ പൊളിക്കാൻ ആദ്യമായി ഇറങ്ങിത്തിരിച്ചത്. പിന്നെ സുഹൈർ ബിൻ ആത്തിക്ക ബിൻത് അബ്ദുൽ മുത്തലിബ്, അബുൽ ബഹ്തറ, ജമാ, ഇവരൊക്കെയാണ്. അതുപോലെ മുത്തഴിമ്. അങ്ങനെ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി അത് പൊളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അവിടുന്ന് ആദ്യമായി സംസാരിക്കുന്നത് സുഹൈറാണ്. അദ്ദേഹം ഉടനെ 7 വട്ടം കഅബ തവാഫ് ചെയ്തു. അവിടെ 7 വട്ടം ചുറ്റി. എന്നിട്ട് അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മക്കക്കാരെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരിക്കലും ആ ഏട് കീറിക്കളയാതെ, അതിനെ പിച്ചി ചീന്താതെ ഞാൻ എന്താവൂല, അടങ്ങിയിരിക്കൂല. കാരണം അത് അക്രമപരമായതും ബന്ധങ്ങളെല്ലാം മുറിച്ച് കളയുന്നതും എല്ലാം വിച്ഛേദിച്ച് കളയുന്നതുമായ ആ ഏട് അവിടെ നിലനിൽക്കാൻ പാടില്ല. അബൂജഹൽ പറഞ്ഞു, ഓ നീ കളവ പറയുന്നു, എനിക്കൊരിക്കലും അത് കീറിക്കളയാൻ സാധ്യമല്ല. അപ്പോൾ സമ്മ ഇടപെട്ടു. അബൂലഹബിനോട് പറഞ്ഞു, നീയാണ് ഏറ്റവും കളവ് പറയുന്നവൻ, എല്ലാവരേക്കാളും. പിന്നെ അബൂ ബഹ്തറ സമ്മ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിച്ചു. അങ്ങനെ മുത്തഴിം എന്ത് ചെയ്തു? അവർ പറഞ്ഞതെല്ലാം ശരിവെച്ചുകൊണ്ട് അദ്ദേഹം അത് നീക്കിക്കളയാനുള്ള, അതിനെ കീറിക്കളയാനുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് വന്നു. അപ്പോഴേക്കും അതെല്ലാം ചെതലുകൾ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമം മാത്രം അതിൽ അവശേഷിച്ചു. പിന്നെ അവരെല്ലാവരും പുറത്തിറങ്ങി. ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ നുബുവത്തിൻ്റെ 10-ാം വർഷമായിരുന്നു ഉണ്ടായത്. ഇങ്ങനെയുള്ള ഒരുപാട്
ത്യാഗങ്ങളാണ് അവരൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഇതുപോലെയുള്ള ഉപരോധങ്ങളും അതുപോലെ വധിക്കാനുള്ള ശ്രമവും. അവർക്കാകെ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുക്കണം. പക്ഷേ അതിന് അബൂ താലിബോ ബനു അബ്ദുൽ മുത്തലിബോ ബനു ഹിഷാമൊന്നും ബനു ഹാഷിമൊന്നും തയ്യാറായില്ല. അതാണ് അവരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ നിലക്കൊക്കെ അവർ പെരുമാറി. ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളും അനുചരന്മാരൊക്കെ നമ്മിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ എത്തിച്ചു തന്നത്. പീഡനങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും സഹിച്ചു. നമുക്കാണെങ്കിൽ ഒന്നും അറിയണ്ട, അത്രയൊന്നും ത്യാഗം നമുക്കില്ല. എങ്കിലും അവരുടെ ആ ത്യാഗങ്ങൾ, ത്യാഗസ്മരണകൾ നാം അയവിറക്കുകയും അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ന്യായികളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.